Good morning, friends. Lakshmi welcomes you. കട്ടൻ ചായ 144 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ തരുന്ന സഹായ സഹകരണങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങൾ തന്ന സബ്സ്ക്രൈബേഴ്സ് 3200 പേര് ആയതിൽ സന്തോഷിക്കുന്നു. 3200. All subscribers are welcomed to this program. Let us make a cup of black tea. ഒരു കട്ടൻ ചായ ഉണ്ടാക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് റിക്വയർഡ് ഫോർ ദിസ്: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, തേയില, മധുരം, വെള്ളം. സ്റ്റാർട്ട്. എല്ലാ സാധനവും ആദ്യം ഒന്ന് കാണിക്കുകയാണ്. എന്തൊക്കെ സാധനങ്ങൾ ഇതിനകത്ത് വേണം. ഒരു അടുക്കളയുടെ ഒരു മൂല മുഴുവൻ ഒരു കട്ടൻ ചായക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുകയാണ്. ആദ്യം കാണുന്നത് ഇൻഡക്ഷൻ കുക്കറാണ്. അതിനുശേഷം നമ്മൾ വെള്ളം 2 ഗ്ലാസ് വെള്ളമാണ്. അതിനുശേഷം അത് തിളപ്പിക്കാനുള്ള പാത്രം ചെരുവൻ. നെക്സ്റ്റ് ഐറ്റം ഇസ് ഫിൽറ്ററിംഗ് യൂണിറ്റ്. അതിനകത്തൊരു മഗ്, ഒരു അരിപ്പ, ഒരു സ്പൂണ്. ചായ അരിക്കാനുള്ള സാധനമാണത്. ഇത് ഇഞ്ചി എല്ലാം നമ്മൾ വെച്ചിരിക്കുന്നത് ടീക്ക് വുഡ് പെക്കർ എന്ന് പറയുന്ന കമ്പനി തന്നിട്ടുള്ള കട്ടിംഗ് ബോർഡിലാണ്. അപ്പോൾ അത് കറുവാപ്പട്ട, ഏലക്ക. ഇത് ലിപ്ടൺ കമ്പനിയുടെ ഡാർജിലിംഗ് ബ്രാൻഡിലുള്ള ലോങ് ലീഫ് ടീ. ഇത് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, പഞ്ചസാര രഹിത മധുരം. മഞ്ഞ സ്പൂണിന് 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1 സ്പൂൺ പഞ്ചസാര. ഇത് കപ്പ്. അപ്പോൾ നമ്മൾ വർക്ക് തുടങ്ങിയാണ്. ഹീറ്ററിൻ്റെ പുറത്തേക്ക് ചെരുവൻ എടുത്ത് വയ്ക്കുന്നു. അതിലേക്ക് വെള്ളം ഒഴിക്കുന്നു. ദാറ്റ് ഇസ് 2 ഗ്ലാസ് ഓഫ് വാട്ടർ. അതിനുശേഷം അടുപ്പ് കത്തിക്കുന്നു. ദാറ്റ് മീൻസ് ഹീറ്റർ ഓൺ ചെയ്യുന്നു. ഹീറ്റർ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് 60 എന്നുള്ള ഇൻഡിക്കേഷൻ കാണിക്കുന്നു. അത് 2 മിനിറ്റ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ 58 എന്നുള്ള ഇൻഡിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ ഹീറ്റർ ഓഫ് ചെയ്യും. ആ സമയത്ത് വെള്ളം തിളച്ചിരിക്കും. അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് എന്നുള്ള നിലയിൽ ഇഞ്ചി അതിലേക്ക് ഇടുകയാണ്. ഹീറ്റർ ഓൺ ചെയ്ത് വരാൻ സ്വല്പം സമയം വരുന്നുണ്ട്. ഇഞ്ചി ഇട്ടു. ഇഞ്ചി ഇട്ടതിന് ശേഷം അതിൻ്റെ പുറകെ വരുന്നു കറുവാപ്പട്ട, ഏലക്ക മിശ്രിതം. കറുവാപ്പട്ടയും ഏലക്കായും ഇഞ്ചി 3 കൂട്ടം സാധനങ്ങളിട്ട് ഇനി അത് തിളയ്ക്കണം. 2 മിനിറ്റ് നേരം തിളയ്ക്കുക. ആ തിളയ്ക്കുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് സംസാരിക്കാം. ഈ പ്രോഗ്രാം നടത്തുന്നതിൻ്റെ രഹസ്യം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്? അതായത് 144 പ്രാവശ്യം കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള പിരാന്ത് എന്താണെന്നുള്ളതാണ്. അത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, യൂട്യൂബർക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇതിൻ്റെ 1 മുതൽ 144 വരെയുള്ള എപ്പിസോഡുകൾ അല്ലെങ്കിൽ അധ്യായങ്ങൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും, ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരിക്കലും ഒരെണ്ണത്തിൻ്റെ കോപ്പി പേസ്റ്റോ കട്ട് പേസ്റ്റോ അല്ല. ഒരു കാര്യം പോലും ഇതിനകത്ത് കോപ്പി ചെയ്യുന്നില്ല, പേസ്റ്റ് ചെയ്യുന്നില്ല. എല്ലാം തനതായ, എല്ലാം അതിൻ്റേതായ പ്രത്യേകം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് അതിനൊരു കണ്ടൻറ്റ് തപ്പി നടന്നാൽ കണ്ടൻറ്റ് കിട്ടാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇച്ചിരി വിഷമമാണ്. ഇത് എനിക്ക് ദൈവം തന്നൊരു ഐഡിയയാണ്. ഇതിങ്ങനെ ഒരു ദൈവവചനം പ്രഘോഷണം ചെയ്യുന്ന ഒരു പ്രോഗ്രാം, ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുമായിട്ട് കണക്ട് ചെയ്ത് ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചുകൊണ്ട് ഒരു ദിവസം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണെന്നൊരു വെളിപാടുണ്ടായതിനായിട്ടാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയത്. എന്തായാലും അത് വളരെ വിജയകരമായി സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടി കിട്ടി. 3200 സബ്സ്ക്രൈബേഴ്സും 6-7 മാസം കൊണ്ടുണ്ടായി എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമാണ്. അപ്പം നമ്മൾ റീഡിങ് 58 വന്ന് 58 ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഓഫ് ചെയ്യണം. അതായത് വെള്ളം തിളച്ചു. അതിലേക്ക് നമ്മുടെ ലിപ്ടൺ കമ്പനിയുടെ ചായ ഇട്ട് തേയില. ഇനി ഇത് നമുക്ക് 3 സിസ്റ്റമാണ്. അതായത് 2 മിനിറ്റ് ഇരിക്കാം, 3 മിനിറ്റ് വയ്ക്കാം, 5 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ കോഡാണ്. അതായത് ലൈറ്റ്, മീഡിയം, ഹൈ. അപ്പോൾ അതിൽ നമുക്ക് ഏതാണ് ഇഷ്ടം, അതായത് ചായയുടെ കടുപ്പം എത്ര വേണമെന്നുള്ളതാണ്. 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ കടുപ്പം കുറവാണ്. 3 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ചായയായി. 4 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ കട്ടനായി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2-3 മിനിറ്റ് വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ സ്വീറ്റ്നർ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ആ ഫിൽറ്ററിംഗ് യൂണിറ്റിലേക്ക് ഇട്ടിട്ട് നമ്മൾ സിംഗിൾ ഹാൻഡഡായിട്ടാണ് ഷൂട്ടിങ് ചെയ്യുന്നത്. സഹായി ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മളിത്
കട്ടൻ ചായക്കകത്തിട്ട് പഞ്ചസാരയും കാര്യങ്ങളൊക്കെ പഞ്ചസാരയല്ല ഷുഗർ ഫ്രീ സിന്നറൊക്കെ ഇട്ട് അതിട്ട് ഇളക്കിയതിന് ശേഷം അത് നമ്മുടെ കപ്പിലേക്ക് ഒഴിക്കുന്നു. അതാണ് നെക്സ്റ്റ് ഐറ്റം പരിപാടി. കപ്പ് ഈ ചായക്ക് വേണ്ടി മാത്രം മേടിച്ചൊരു കപ്പാണ്. അപ്പോൾ ആ കപ്പ് ആ പടത്തെ കാണുന്ന പോലുള്ള കപ്പ് വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതിന് വേണ്ടി ഞാൻ തപ്പി നടന്ന് വാങ്ങിയതാണത്. വാങ്ങിയതല്ല, ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. ഇത് ഇവിടുന്ന് എടുത്തു അപ്പുറത്ത് മേശപ്പുറത്ത് കൊണ്ട് വെക്കണം. കൊണ്ട് വെച്ചു. സ്വല്പം ചായ തുളുമ്പി പോയിട്ടുണ്ട് അവിടെ. നമ്മൾ വളരെ ആദരവോടുകൂടി തന്നെ ബൈബിൾ എടുത്തുകൊണ്ട് വരുന്നു. ബൈബിൾ അവിടെ കൊണ്ട് വെച്ചു. ബൈബിൾ വെച്ചതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ബൈബിളിൻ്റെ വചനം സെലക്ട് ചെയ്യുന്നത് ഇന്ന് ഈ പ്രോഗ്രാം നടക്കാൻ ഉദ്ദേശിച്ചിരുന്നത് 3-ാം തീയതിയാണ്. ആ 3-ാം തീയതിയിലെ ഡെയിലി ബ്ലെസ്സിങ്, ആ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ വചനം യെശയ്യാ 31:5 31-ാമത്തെ അധ്യായത്തിൽ 5. അപ്പോൾ അത് നമ്മൾ ആ ബൈബിളിൻ്റെ ഭാഗങ്ങൾ നമ്മളെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വായിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ വചനം, യെശയ്യാ 31:5. ഞാനത് വായിക്കാം. യെശയ്യാ അധ്യായം 31, 5-ാമത്തെ തിരുവചനം. പക്ഷി ചിറകിൻ കീഴിൽ എന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും. അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും. വചനം ഇവിടെ തീർന്നു. പ്രാർത്ഥനയാണ് ഇനി. കർത്താവ്, ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം. ഗുഡ് ലക്ക്.